ശ്രീ അബ്ദുൽ സലാം ഇപ്പോഴും അവസാനവട്ട പ്രചരണത്തിന്റെ ഓട്ടത്തിലാണ്, തിരക്കിലാണ്. വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന്റെ ഇടയിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്. ഇനി പരസ്യ പ്രചാരണം അവസാനിക്കാൻ കേവലം മണിക്കൂറുകൾ മാത്രമാണുള്ളത്. എങ്ങനെയാണ് അങ്ങയുടെ ഇപ്പോഴത്തെ ഒരു ആത്മവിശ്വാസം? ആദ്യത്തേത് വളരെ കൂടിയിട്ടുണ്ട്. ആദ്യം എന്ന് പറയാൻ നമ്മൾ 4.4% അല്ലേ തുടങ്ങിയത്. അത് തുടങ്ങി ഗ്രാജുവലി പിക്കപ്പ് ചെയ്ത് ഞങ്ങളെല്ലാം വാമപ്പ് ചെയ്ത് ഞങ്ങളുടെ മെഷീനറിയെല്ലാം ഇത് എഞ്ചിനും കയറി പിന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഗിയർ 1, ഗിയർ 2, ഗിയർ 3 അടിച്ച് ഇങ്ങനെ വണ്ടി പോയല്ലേ. 50 ദിവസം 50 ദിവസമായില്ലേ. 50 ദിവസം കൊണ്ട് നമ്മുടെ ഗ്രാഫ് എത്ര 4.9 22 വരെ എത്തി. നിങ്ങളുടെയൊക്കെ സർവേ ആണ്, ശരിയാണോ ഇല്ലയോ നിങ്ങൾ പറയേണ്ടി വരും. 22 നമ്മൾ എത്തിയപ്പം അതൊരു വലിയ മാറ്റമല്ലേ, 4 ഇരട്ടിയിലധികമുള്ള വലിയ. പിന്നെ ഒന്നത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഫ്രണ്ടാണ് മിസ്റ്റർ വിനോദ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചയിൽ 600 വീട് കയറി. അതിൽ 90% മുസ്ലിംസാണ്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര റെസ്പോൺസ്, പോസിറ്റീവ് റെസ്പോൺസ്, ചിരിച്ചുകൊണ്ടുള്ള റെസ്പോൺസ്. ഒരു മുസ്ലിം വേണ്ടി ദുആ ചെയ്ത് എഴുന്നേറ്റ് നിന്ന് ദുആ ചെയ്ത് നിങ്ങളുടെ കാൻഡിഡേറ്റ് അബ്ദുൽ സലാം സാറിനെ വിജയിപ്പിക്കണമെന്ന് ദുആ ചെയ്തു. അത് മാത്രം അവർ ചോദിക്കുന്നു, നിങ്ങൾ BJP-ക്കാർ എന്ത് ഞങ്ങളുടെയൊക്കെ വരാത്തത്? അല്ല, ഈ BJP-യുടെ വലിയ തൊട്ടുകൂടായ്മ ഉള്ളൊരു സ്ഥലമാണ് മലപ്പുറം എന്നാണ് മുൻപുള്ള ഒരു വിലയിരുത്തലും അനുഭവങ്ങളൊക്കെ. അങ്ങേക്ക് അങ്ങനെ ഇപ്പോൾ തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അവിടെ ഇവിടെ ചില പോക്കറ്റുകളിലും ഉണ്ട്, ഇല്ലയെന്ന് പറഞ്ഞാൽ ശരിയല്ല. ഈ മേ ബി ഒരു 5% ആൾക്കാർക്ക് ഈ തൊട്ടുകൂടായ്മ ഫീൽ ചെയ്യുന്നുള്ളൂ. ഇവർക്കൊക്കെ അറിയാം, ഇവരൊക്കെ കാലങ്ങളായി ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്നും ഇവരല്ല ഇടത് വലതല്ല ഞങ്ങളുടെ രക്ഷകരെന്നും ഞങ്ങൾക്ക് പടച്ചോനെ ഉള്ള രക്ഷകരെന്നൊക്കെ നന്നായിട്ടറിയാം. ഇവരോട് നമ്മൾ പറയണം, നിങ്ങളെ പറ്റിച്ചോട്ട് വായിക്കുകയാണ്, അതിൽ നിന്ന് വെളിയിൽ വരൂ. നിങ്ങൾക്കൊരു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പൗരത്വ നിയമ ഭേദഗതി, അതിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ പ്രധാന പ്രസംഗം, അത് വലിയ തോതിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും എങ്ങനെയാണ് മലപ്പുറത്ത്? ഈ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ് ചർച്ച ചെയ്യാൻ ഇവർക്കൊരു അവസരമാണ്. പക്ഷേ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് മുസ്ലിംകൾക്കെതിരായിട്ടല്ല പറഞ്ഞത്. നിങ്ങളത് കാര്യമായിട്ട് നിഷ്പക്ഷമായിട്ട് ട്രൂത്ത്ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. രാജസ്ഥാനിൽ ഇലക്ഷൻ ക്യാമ്പയിൻ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്ന അവസരം, കോൺഗ്രസിൻ്റെ പ്രോപ്പർട്ടി പാസ്റ്റ് ബിഹേവിയറാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഭരണത്തിരുന്നു, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ ചില ആൾക്കാരെ ലൂർ ചെയ്തു എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കുന്ന രീതി കൊടുത്തു. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് പൈസ കൊടുക്കുന്ന കൈക്കൂലിയായിട്ട് കൊടുക്കാം, നിങ്ങളെ നർച്ചർ ചെയ്യാൻ വേണ്ടി അമ്മ കൊടുക്കുന്നവർക്ക് പാല് കൊടുക്കാം, പിന്നെ എന്താ ചെയ്യുക, നിങ്ങൾക്ക് റൈറ്റായിട്ടുള്ള കൊടുക്കാം, റൈറ്റായിട്ടുള്ള എല്ലാവരും കൊടുക്കാം. നർച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോഷകക്കുറവുള്ള കൊടുക്കത്തില്ലേ, അതുപോലെ ചില സപ്പോർട്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് പബ്ലിക് മണി എടുത്തിട്ട് പ്രത്യേകമായിട്ട് നിങ്ങളെ ഞാൻ കൈക്കൂലി തരുന്നത് പോലെ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ട് വോട്ട് എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി ഭരിക്കുന്നതിനാണ് ലൂറിങ് ആയിട്ട് ചില കമ്മ്യൂണിറ്റി യൂസ് ചെയ്തുകൊണ്ട് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിച്ചതിന് അതിനെ പ്രൈം മിനിസ്റ്റർ നിശ്ചിതമായി അല്ല. മുസ്ലിം അദ്ദേഹത്തിന് ഹി ലവ്സ് മുസ്ലിംസ്. എന്നോട് പറഞ്ഞല്ലോ, യു ഗോ ടു മലപ്പുറം, there are 70% Muslims there, you meet them, you greet them, അവരുടെ പ്രശ്നങ്ങൾ പഠിക്കൂ, അത് സോൾവ് ചെയ്യൂ, മലപ്പുറത്തിന്റെ വികസനം ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞു. 100% തെറ്റായി. മോഡിജി ഒരിക്കലും മുസ്ലിംക്കെതിരല്ല, എങ്കിൽ എന്നെ ഇങ്ങോട്ട് വിടത്തില്ല, മലപ്പുറം റെപ്രസെന്റ് ചെയ്യാൻ പറയത്തില്ല. മലപ്പുറത്ത് വികസനം ഉറപ്പാക്കാൻ പറഞ്ഞതിന്റെ റീസൺ വെരി സ്പെസിഫിക്. അത് മാത്രമല്ല, പല പ്രാവശ്യം മോഡിജിയെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഈസ് എ മാൻ ഓഫ് ടോട്ടൽ ഇൻക്ലൂഷൻ. ആത്മവിശ്വാസത്തോടെ തന്നെയാണ്. സംശയമൊന്നുമില്ല. ജയിക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടാ. ഞാൻ പറഞ്ഞ ഗ്രാഫ് പിടിച്ച് കയറും, മറ്റുള്ളവന് ബുദ്ധിമുട്ടും, ഈസി വാക്കിംഗ് ആയിരിക്കത്തില്ല, ടഫ് ജോബായിരിക്കും. അത്രയും ടഫ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ മതി നമുക്ക് ഈ പ്രാവശ്യം. BJP-യുടെ ചരിത്രത്തിലെ മികച്ച പ്രകടനമാകും മലപ്പുറത്ത് എന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്.